തിയറി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ആരംഭിക്കാം. ഇപ്പോൾ തിയറി എന്ന് പറയുന്നത് മെംബ്രെയിൻ അനലോഗി എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ടോർഷണൽ പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ ഒരു മെംബ്രെയിൻ അണ്ടർ ടെൻഷൻ, അതായത് ഒരു ടെൻഷനിലുള്ള ഒരു മെംബ്രെയിൻ അതുമായിട്ട് ഏകദേശം ആ ടോർഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താണ്, അനലോഗസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു മെംബ്രെയിൻ കൺസിഡർ ചെയ്യുക. ആ മെംബ്രെയിൻ എന്ന് പറയുന്നത് അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ ഒരു മെംബ്രെയിൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ആ ഒരു മെംബ്രെയിൻ ഇരിക്കുന്നത് നോക്കുക. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു മെംബ്രെയിനിൽ ദ ഡിഫ്ലക്ഷൻ ഓഫ് മെംബ്രെയിൻ സബ്ജക്റ്റ് ടു കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെൻഷൻ സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ എഫ്. വാട്ട് ഈസ് പി? പി എന്ന് പറയുന്നത് അവിടുത്തെ പ്രഷർ, എഫ് എന്ന് പറയുന്നത് മെംബ്രെയിനിലെ ടെൻഷൻ. അത് രണ്ട് സ്ഥലത്തായിട്ട് അത് ഫിക്സ്ഡ് ആണെങ്കിൽ മെംബ്രെയിനിൽ എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതാണ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇസഡ് ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മെംബ്രെയിൻ. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലിരിക്കുന്ന മെംബ്രെയിൻ്റെ എന്താണ് ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ എഫ്. പക്ഷേ നമ്മളെ ടോർഷൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2g ഇൻറ്റു എന്താണ് തീറ്റ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, തീറ്റ എന്ന് പറയുന്ന സാധനം. ജി എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലസ് ഓഫ് റിജിഡിറ്റി, തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഫൈ എന്ന് പറയുന്നത് പ്ലാന്റിൽ സ്ട്രെസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിൽ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ വരുന്നതിൻ്റെ പ്രോബ്ലം ചെയ്തു. ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫൈ എങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ഫോർമുലേറ്റ് ചെയ്ത് ഫൈ കണ്ടുപിടിച്ചിട്ട് ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, ടോർക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകും. പക്ഷേ ഈ അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് ടോർഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിലേക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫൈ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ടോർക്കിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ മെംബ്രെയിൻ അനലോഗി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ടെക്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടോർഷൻ്റെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലോഗസ് ആക്കുന്നു. അതെന്ത് ചെയ്യുന്നു, യൂസിങ് എ മെംബ്രെയിൻ ലൈക്ക് എ തിൻ റബ്ബർ ഷീറ്റ്. അതായത് ഒരു എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിൽ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ടോർഷൻ അല്ലെങ്കിൽ ടോർക്ക് കൺസിസ്റ്റ് ഓഫ് യൂസിങ് എ മെംബ്രെയിൻ ലൈക്ക് എ തിൻ റബ്ബർ ഷീറ്റ് ഓഫ് ഷേപ്പ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനാണ്. എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ആ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താണ് മെംബ്രെയിൻ കൺസിഡർ ചെയ്യുന്നു. ഒരു റബ്ബർ ഷീറ്റ് ആണെന്ന് വെക്കുക, ഓഫ് ഷേപ്പ് വിച്ച് ഈസ് ഹാവിങ് ദ സെയിം ക്രോസ് സെക്ഷൻ ഓഫ് ദ ബാർ വിച്ച് ഈസ് അണ്ടർഗോയിങ് എ ടോർഷൻ. അപ്പം ഈ ടോർഷനിലിരിക്കുന്ന ഒരു ബാറിൻ്റെ സെയിം ക്രോസ് സെക്ഷനുള്ള ഒരു മെംബ്രെയിൻ റബ്ബർ ഷീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദിസ് ബാർ ഈസ് സ്ട്രെച്ച്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് യൂണിഫോം ടെൻഷൻ എഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു. എന്ത് വെച്ചിട്ട്, ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന ടെൻഷൻ അപ്ലൈ ചെയ്ത് ഈ ഒരു മെംബ്രെയിനെ അല്ലെങ്കിൽ ഈ ഒരു ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു. ആൻഡ് ഫിക്സഡ് അറ്റ് ഇറ്റ്സ് ബൗണ്ടറീസ്. എന്നിട്ട് അതിൻ്റെ ബൗണ്ടറീസിൽ എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ ദ മെംബ്രെയിൻ ഈസ് സബ്ജക്റ്റഡ് ടു എന്താണ്, യൂണിഫോം പ്രഷർ. ആ സമയത്ത് മെംബ്രെയിനിൽ എന്തുണ്ട്, യൂണിഫോം പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അത് നോർമൽ ടു വൺ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ ആൻഡ് ദ വാല്യൂ ഓഫ് എഫ് ആൻഡ് പി ആർ അഡ്ജസ്റ്റഡ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ദി ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഈസ് ലൈക്ക് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ എഫ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മെംബ്രെയിനെ എഫ് എന്ന് പറയുന്ന ടെൻഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ കോൺസ്റ്റൻറ്റ് പ്രഷർ പി. അപ്പോൾ പിയും എഫും നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇൻ സച്ച് എ വേ ദാറ്റ് പി ബൈ എഫ് ഈസ് ഈക്വൽ ടു 2g തീറ്റ. അതായത് നമ്മുടെ എന്താണ് ടോർഷണലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ, അതായത് പ്ലാന്റിൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് 2g തീറ്റ എന്ന് പറയുന്ന വാല്യൂവിന് ഇക്വലൻ്റ് ആവുന്ന രീതിയിൽ പിനെയും എഫിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻ, ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം, ഇതെന്ന് പറയുന്നത് മെംബ്രെയിൻ അണ്ടർ ടെൻഷൻ്റെ ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടോർഷണൽ ഇക്വേഷനാണ്. അതായത് നമ്മുടെ എന്തിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ ഫോർ ടോർഷൻ എന്തുവാണ്, പ്ലാന്റിൽ സ്ട്രെസ് ഫംഗ്ഷൻ. അപ്പോൾ പ്ലാന്റിൽ സ്ട്രെസ് ഫംഗ്ഷനുള്ള ഗവേണിംഗ് ഇക്വേഷനാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമ്മൾ എന്താക്കുവാണ്, ഈക്വൽ ആവുന്നു. അപ്പോൾ എക്സ്പെരിമെൻ്റലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ക്രോസ് സെക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, ടെൻഷൻ എഫ് അപ്ലൈ ചെയ്തു. ഇറ്റ് ഈസ് എന്തുവാണ്, ആക്റ്റഡ് അപ്പോൺ ബൈ എ കോൺസ്റ്റൻറ്റ് പ്രഷർ പി. Then P and F are adjusted in such a way that the value of P by F become equal to 2g into theta.
2g തീറ്റയ്ക്ക് ഈക്വൽ ആവുന്നു. അപ്പോൾ now the deflection z of the membrane is same as that of the Prandtl suspension. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തിന്, അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ Prandtl സ്ട്രെസ് ഫംഗ്ഷൻ ഫൈക്ക് ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മെംബ്രെയിൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ p/f എന്ന് പറയുന്നത് 2g ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഡിഫ്ലക്ഷൻ കിട്ടുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്? അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി എന്തുവാണ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദി Prandtl സ്ട്രെസ് ഫംഗ്ഷൻ. അപ്പോൾ ടോർഷൻ പ്രോബ്ലത്തിലെ Prandtl സ്ട്രെസ് ഫംഗ്ഷൻ ഫൈയുടെ വാല്യൂസ് അല്ലെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് നമ്മുടെ എന്താണ് ഫൈയുടെ ഫംഗ്ഷനായിട്ട് കിട്ടും. അതായത് ഇസഡ് എന്ന് പറയുന്നത് എന്താണോ ആ ഫംഗ്ഷൻ എന്തിന് ഈക്വലാണ്? നമ്മുടെ Prandtl സ്ട്രെസ് ഫംഗ്ഷന് ഈക്വലാണ്. ആൻഡ് ദ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു ദ 2 ടൈംസ് ദ വോളിയം അണ്ടർ ദ മെംബ്രെയിൻ ആഫ്റ്റർ ഡിഫ്ലക്ഷൻ. ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ഡിഫ്ലക്ഷൻ്റെ എന്തുവാണ് വിൽ ബി ഈക്വൽ ടു ദ 2 ടൈംസ് ദ വോളിയം അണ്ടർ ദ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെംബ്രെയിൻ അനലോഗി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടോർഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു നോട്ടാണ്. നിങ്ങൾ വായിച്ച് പഠിച്ചു പോകുക, കൂടുതൽ സമയം കളയുന്നില്ല. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തത് മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ സെക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ എലിപ്സോ സർക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആർബിട്രറി ക്രോസ് സെക്ഷൻ ഉണ്ട്. പക്ഷേ ഒന്നിൽ കൂടുതൽ ഹോൾസ് ഉള്ള ഒരു ഷാഫ്റ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഹോളുകളൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ഹോൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോൾ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്, കണ്ടോ? ഒരു കർവ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ആക്കി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതും ഒരു ക്ലോസ്ഡ് കർവാണ്. അതായത് ഏറ്റവും ഔട്ടർ കോണ്ടൂർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു ക്ലോസ്ഡ് കർവ്. അപ്പോൾ C3 എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ എ ക്രോസ് സെക്ഷൻ ഈസ് സെഡ് ടു ബി മൾട്ടിപ്ലി കണക്റ്റഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 1 ക്ലോസ്ഡ് കർവ്. ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് കർവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഹോൾസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഹോളോ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഹോളോ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു പഠിക്കുമ്പോഴത്തേക്ക് അവിടെ 2 എന്താണ് ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ എന്താണ് ക്ലോസ്ഡ് കോണ്ടൂർസ് ഉണ്ടാവും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഹോൾസ് ഉള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോർഷൻ വരുന്ന സമയത്ത് നമ്മുടെ അവിടെ Prandtl സ്ട്രെസ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ടോർക്ക് കണ്ടുപിടിക്കണം എന്നുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് എ ബാർ വിച്ച് ഈസ് ഹാവിങ് മോർ ഹോൾസ് ഇൻ ദ ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ മോർ ദാൻ 1 ഹോൾ ഇൻ എന്തുവാണ് ക്രോസ് സെക്ഷൻ ഈസ് സെഡ് ടു ബി മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻസ്. അപ്പോൾ ഈ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻസിൽ നമ്മൾ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അല്ലാത്ത നമ്മൾ ഹോളോ സെക്ഷൻസിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പല മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ടോർക്കിൻ്റെ ഒരു ഇത് പറഞ്ഞുമായിരുന്നു. പിന്നെ അതേസമയം നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ആർബിട്രറി ക്രോസ് സെക്ഷനിൽ ടോർക്ക് കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ്സ് പഠിച്ചു, സെൻവേനിയൻ്റും Prandtl സ്ട്രെസ് ഫംഗ്ഷനും. അപ്പോൾ Prandtl സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ Prandtl സ്ട്രെസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻസിലും എന്ത് ചെയ്യുന്നത്? ടോർക്ക് കണ്ടുപിടിക്കുന്നത്, സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ വേണം അല്ലേ? അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇത്രമാത്രം ആലോചിക്കും. ഞാൻ ഇതിനെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ടോർക്ക് T ഈസ് ഈക്വൽ ടു വാല്യൂ ഇതാണ് 2 ഇൻറ്റു, അതായത് ഇവിടെ 3 ക്ലോസ്ഡ് കോണ്ടൂർസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ C1. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇപ്പോൾ ഇങ്ങനെ നടക്കുക. ഈ C1 എന്ന് പറയുന്ന ഹോളിന് ഈ ക്ലോസ്ഡ് കോണ്ടൂറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഫംഗ്ഷൻ 5.1 എന്ന് പറഞ്ഞു. C2 എന്ന് പറയുന്ന ക്ലോസ്ഡ് കോണ്ടൂറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഫംഗ്ഷൻ 5.2 എന്ന് പറഞ്ഞു. C3 എന്ന് പറയുന്ന ക്ലോസ്ഡ് കോണ്ടൂറിന് കറസ്പോണ്ടിങ്, അതായത് ഔട്ടർ ക്ലോസ്ഡ് കോണ്ടൂർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ എന്തെന്ന് പറഞ്ഞു? 5.3 എന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഫസ്റ്റ് ഇവിടുത്തെ 5.1 ഇൻറ്റു A1, അതായത് A1 5.1, അതായത് A1 5.1 പ്ലസ് അടുത്ത 2 ഇൻറ്റു A2 5.2 പ്ലസ് 2 ഇൻറ്റു A3 5.3. അതായത് ഫസ്റ്റ് തീർന്നില്ല, ഞാൻ പറയാം. അപ്പോൾ 2 ഇൻറ്റു എന്താണ്? A1 5.1, അതായത് A1 എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് കോണ്ടൂറിന് അകത്തെ ഏരിയയാണ്. 2 ഇൻറ്റു A2 5.2, ദാറ്റ് ഈസ് A2 എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് കോണ്ടൂറിന് അകത്തെ ഏരിയയാണ്. പ്ലസ് 2 ഇൻറ്റു A3 5.3 പ്ലസ് തീർന്നില്ല. നമ്മൾ Prandtl സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മളവിടെ എന്താണ് ടോർഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അതിൽ ഇത്രയും സാധനം ഇല്ലായിരുന്നു. ടോർഷനല്ല, ടോർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇനി ഇത്രയും സാധനങ്ങളില്ലായിരുന്നു. T ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എന്താണ് പഠിച്ചത്? 2 ഇൻറ്റു എന്താണ് dx dy എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എക്സ്ട്രാ വരുന്നത് എന്ത് വരുമ്പോഴാണ്? ക്ലോസ്ഡ് കോണ്ടൂർസും കൂടെ വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ആഡ് ചെയ്യപ്പെടുന്നത്. നേരത്തെ ടോർക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ അവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മളവിടെ
പ്രാൻഡിൽ സസ്പെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് പറഞ്ഞു പോയ സാധനം. അപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രാൻഡിൽ സസ്പെൻഷൻ മെത്തേഡ് പഠിച്ചപ്പോഴത്തേക്ക് ടി കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ്, ജെ ഇൻ്റഗ്രൽ വെച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ ഈ ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ടോർക്കിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ടോർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ 5 കണ്ടുപിടിക്കുന്നത്, ഈ 5 1 5 2 5 3 എന്ന് പറഞ്ഞ വാല്യൂസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും, ഹൗ കുഡ് യു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 5. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബൗണ്ടറിയുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ ഓരോ ബൗണ്ടറിക്കും ഓരോ ക്ലോസ്ഡ് കോണ്ടീറും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് സൈക്ലിക് ഇൻറ്റഗ്രൽ ഓഫ് ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എൻ ഇൻറ്റു ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി ഇൻറ്റു തീറ്റ ഇൻറ്റു എ. അപ്പം ഈ ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലോസ്ഡ് കർവെങ്കിൽ ഏരിയ ഇൻസൈഡ് ദാറ്റ് ക്ലോസ്ഡ് കർവ് ആയിരിക്കും ഐ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഡോ ഫൈ ബൈ ഡോ എൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ ഇവിടുത്തെ എന്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്, ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷനോട് ഒരു പ്രത്യേകതയുണ്ട്. ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് എന്തിലേക്ക് അപ്ലൈ ചെയ്യാം, എല്ലാ ക്ലോസ്ഡ് കോണ്ടൂർസിലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇഫ് വി ആർ ടേക്കിംഗ് ദിസ് ക്ലോസ്ഡ് കോണ്ടൂർ, ദെൻ ഇവിടെ ഐ എന്ന് പറയുന്ന ഈ ക്ലോസ്ഡ് കോണ്ടൂർ കാണിക്കുന്നത് നമ്മുടെ ഈ C1 എന്ന് പറയുന്ന ക്ലോസ്ഡ് കോണ്ടൂറിനെ ആണെങ്കിൽ, ഈ ഡോ ഫൈ ബൈ ഡോ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡോ ഫൈ എന്ന് പറയുന്ന പ്ലാന്റിൽ സസ്പെൻഷൻ്റെ എന്താണ് ഡെറിവേറ്റീവാണ്, ഡോ ബൈ ഡോ എൻ ഓഫ് ഫൈ എന്നല്ലേ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂർ സി ആണെങ്കിൽ അതിന് നോർമലായിട്ട് വിത്ത് റെസ്പെക്ട് ടു നോർമൽ ഫൈയുടെ ഡെറിവേറ്റീവിനെയാണ് ഡോ ഫൈ ബൈ ഡോ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ഡെറിവേറ്റീവ്. പ്രോബ്ലം ഭയങ്കര എളുപ്പമാണേ, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും. അപ്പം കോമ്പോണൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ എലോങ്, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചിരുന്നാൽ ബാക്കി പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നോർമൽ ടു ദി ബൗണ്ടറി കർവ്. അപ്പോൾ ബൗണ്ടറി കർവിന് നോർമലായിട്ട് എലോങ് ആയിട്ട് നമ്മൾ ഫൈയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് നമ്മൾ ഡോ ഫൈ ബൈ ഡോ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇത് ഉപയോഗിക്കും, അടുത്തൊരു ഇക്വേഷൻ നമ്മൾ ഇത് ഉപയോഗിക്കും. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ പഠിക്കും, നമ്മൾ പേടിക്കണ്ട. ഇനി സ്ട്രെസ് ഓൺ ദി ബൗണ്ടറി, ഷിയർ സ്ട്രെസ് ഓൺ ദി ബൗണ്ടറി സർഫസ്. ഇനി അടുത്ത ഒരു ഇക്വേഷൻ കൂടി പഠിച്ച് നമ്മൾ പ്രോബ്ലത്തിലേക്ക് നേരെ പോവാണ്. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഷിയർ സ്ട്രെസ് ഓൺ ദി ബൗണ്ടറി. അപ്പോൾ ഷിയർ സ്ട്രെസ് ഓൺ ദി ബൗണ്ടറി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ടോ ഈക്വൽസ് എന്താണ്, ഡോ ഫൈ ബൈ എന്താണ് ഡോ എൻ. ഇതിനെയാണ് നമ്മൾ എന്താണ് ഷിയർ സ്ട്രെസ് ഓൺ ദി ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ കണക്റ്റഡ് സെക്ഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് കോണ്ടൂർസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാതിരിയാണ് എന്ത് ചെയ്യുന്നത്. അതായത് ഫൈ കണ്ടുപിടിച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം മൾട്ടിപ്ലൈ കണക്റ്റഡ് സെക്ഷൻസ് പറഞ്ഞാൽ ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നേരത്തെ കണ്ട മാതിരിയുള്ള പ്രോബ്ലംസ് ആയിരിക്കും, പക്ഷേ ഇതിന് വ്യത്യാസമാക്കുന്നത് ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഫൈ കണ്ടുപിടിക്കണം അറ്റ് ദ ഇന്നർ സർഫസ് ഓഫ് എ തിൻ ഹോളോ ബാർ. ഈ ഹോളോ ബാറിൽ നമ്മൾ നേരത്തെ ടോർഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വേറെ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ചെയ്ത പരിപാടിയാണ് നമ്മൾ ടോർഷൻ കണ്ടുപിടി 2QA ഷിയർ ഫ്ലോ വെച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഫൈ. ഷിയർ ഫ്ലോ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം 2QA വെച്ചിട്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പം ഇത് ഇന്നർ സർഫസ് ഓഫ് ദി ഓക്കെ, അപ്പോൾ നോക്കൂ ഫൈൻഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇവിടെ 2 സർഫസസ് ഉണ്ട്, ഒരു ഇന്നർ സർഫസും ഉണ്ട്, ഒരു ഔട്ടർ സർഫസും ഉണ്ട്. 1 എന്ന് പറയുന്ന ഒരു കർവും ഉണ്ട്, 2 എന്ന് പറയുന്ന ഒരു കർവ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് കോണ്ടൂറാണ്, ഇതും ക്ലോസ്ഡ് കോണ്ടൂറാണ്. 2 കോണ്ടൂർസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രാൻഡിൽ സസ്പെൻഷൻ ഫൈ കണ്ടുപിടിക്കണം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ടോർക്ക്. പിന്നെ നമ്മൾ ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം, ബാക്കി ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കും. ജെ ഇൻ്റഗ്രലിൽ ടി ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഇപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇവിടെ എന്തോ ഇക്വേഷൻ ഉപയോഗിക്കാം, ടി ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു ജെ. ഇപ്പോൾ ടോർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കുള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ടോർക്കിൻ്റെ ഇക്വേഷനാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഔട്ടർ സർഫസിൽ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും.
ഓക്കെ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. എപ്പോഴോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറയുന്നത് കേട്ടത് ഓർമ്മയുണ്ടാവും. അപ്പോൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 0. ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ഇൻ ദ ബൗണ്ടറി സർഫസ്. അപ്പോൾ ബൗണ്ടറി സർഫസിൽ ഫൈയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ φ3യുടെ വാല്യൂ 0 എന്നാണ്. അതായത് C3 ആണല്ലോ ഇവിടുത്തെ ക്ലോസ്ഡ് കോണ്ടൂർ and the boundary surface, at the boundary surface. അപ്പോൾ അവിടെ at the boundary surface the closed contour is C3. That means for C3 φ3 is equal to നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 0 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ here also we have to define the phi at this curve. That is ഫൈയുടെ വാല്യൂ ഇവിടെ എന്താണെന്ന് പറയും? φ1 എന്ന് പറയും. ഈ ഒരു സ്ഥലത്ത് ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? 0 എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഔട്ടർ ബൗണ്ടറി സർഫസിൽ എന്താണ്? ഫൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താണ്? 0 ഔട്ടർ ബൗണ്ടറി സർഫസ്. അപ്പോൾ ബൗണ്ടറി സർഫസിൽ ഫൈയുടെ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അത് നമുക്ക് ഓൾറെഡി അറിയാം. ടോർക്കിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തായി മാറും? 2 × A × Q അല്ലേ? 2 × A × φ. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? A1, അതായത് ഫസ്റ്റ് സർഫസ് A1 × എന്താണ്? φ1 പ്ലസ് പിന്നെ എന്താണ്? A2 φ2 വേറൊരു കോണ്ടൂർ ഇല്ല. ഇപ്പോൾ A2 × A ഇവിടുത്തെ ഏരിയ A2 × ഇവിടുത്തെ φ എടുത്താൽ 0 ആയി പോകും. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. 2A1 φ1 മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ബാക്കി എന്താണ് ഇക്വേഷൻ? 2 × φ × എന്താണ്? dx dy എന്ന് പറയുന്ന സാധനമാണ് അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നോക്കിക്കോളുക. കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ വരുത്തുന്നു കേട്ടോ. അയ്യോ. അപ്പോൾ ഈ ഫൈയുടെ വാല്യൂ, അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണേ, ഈ ഫൈയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ അറ്റ് ദ ഇന്നർ സർഫസ്. അതായത് ഇന്നർ സർഫസിലെ പ്രാൻഡൽ φ1 എന്ന് പറയുന്ന സാധനം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഒരു സ്ഥലത്തെ ഫൈ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ. അതിൻ്റെ എന്താണ്? ഫോർ ഇന്നർ സർഫസ് നമുക്ക് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഫോർ ഇന്നർ സർഫസ് എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇതാണ്. അതായത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ്, നമ്മൾ ഇത് കാണാതെ പഠിച്ച് നിങ്ങൾ വെച്ചിരിക്കണം, ഡോ φ ബൈ ഡോ എൻ ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു എന്തെന്നുള്ളതാണ്? 2g θ ഇൻറ്റു എ. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് C1 എന്ന് പറയുന്ന സർഫസ് ആണ്. അപ്പോൾ ഇത് C1 ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായി പോകും? A1 ആയിട്ട് പോകും. ഓക്കെ. ഏരിയ അണ്ടർ അല്ലെങ്കിൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് C1. ഇനി ഡി എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണേ, അതറിയാമല്ലോ. എസ് നമ്മൾ എല്ലാ സ്ഥലത്തും ഇവിടെ ഉപയോഗിച്ചത് പെരിമീറ്റർ ആയിട്ടാണ്. ഇനി ഇവിടെ ഡോ φ ബൈ ഡോ എൻ എന്ന് പറയുന്നത് ഞാൻ പുറത്തെടുത്തു. അപ്പോൾ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഡോ φ ബൈ ഡോ എൻ പുറത്തെടുത്തു. ദറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് φ വിത്ത് റെസ്പെക്ട് ടു ദ നോർമൽ ഡയറക്ഷൻ ആൻഡ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് എന്താണ്? ഓവർ ദ കർവ് C1 ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു 2 × g θ ഇൻറ്റു A1. A1 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? A1 എന്ന് പറയുന്ന വാല്യൂ ഇതിൻ്റെ അകത്തെ ഏരിയ ആണ്. C1ൻ്റെ അകത്തെ ഏരിയ πr² അല്ലേ? ഏരിയ 6 റേഡിയസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണ്? πr² ആയിട്ട് മാറി. ഓക്കെ, അതവിടെ കിട്ടി. ഇനി ഡി എസ്, ഈ ഒരു സാധനം എന്ന് പറയുന്നത് പെരിമീറ്റർ അല്ലേ? ഈ ഒരു C1 എന്ന് പറയുന്ന കർവിൻ്റെ, അതായത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങി ആ ഒരു കർവ് ഫുള്ള് കറങ്ങി തിരിച്ച് അവിടെ വരുന്ന വരെ ഉള്ളത്. ദാറ്റ് മീൻസ് അതാണ് എന്താണ്? പെരിമീറ്റർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പെരിമീറ്റർ. അത് പെരിമീറ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോ φ ബൈ ഡോ എൻ ഇൻറ്റു പെരിമീറ്റർ എന്ന് പറയുന്നത്, അതായത് സർക്കിളാണ്, റേഡിയസ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr അല്ലേ? അപ്പോൾ 2πr ഈസ് ഈക്വൽ ടു 2 × g θ ഇൻറ്റു πr². 2 ക്യാൻസൽ ചെയ്ത് പോയി, പൈ ക്യാൻസൽ ചെയ്ത് പോയി, ഒരാറും ക്യാൻസൽ ചെയ്ത് പോയി. അവിടെ നിന്ന് ഡോ φ ബൈ ഡോ എൻ ഈസ് ഈക്വൽ ടു g θ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് പറയുന്ന സാധനം കിട്ടി. ഇപ്പോഴും നമ്മൾ ഫൈയിലേക്ക് വന്നില്ല. ഇനി ഡോ φ ബൈ ഡോ എന്നിന് വാല്യൂ കണ്ടുപിടിക്കണം. ഡോ φ ബൈ ഡോ എൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഈ എൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സർഫസിന് നോർമലായിട്ടുള്ള ഒരു തിക്നെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഡോ φ എന്ന് പറയുന്നത് ഈ രണ്ട് സർഫസിനുള്ള ഇടയ്ക്കുള്ള എന്താണ്? ഫൈക്കുണ്ടാവുന്ന ചേഞ്ച്. അതായത് ഇവിടുത്തെ φ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സപ്പോസ് ഇവിടുത്തെ φ എന്ന് പറയുന്നത് φ1 ആണ്. ഇവിടുത്തെ φ1 ആണ്. φ1 മൈനസ് ഇവിടുത്തെ φ2 ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ? φ2 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ φ2 ഈക്വൽ ടു φ, ഔട്ടർ സർഫസ് നമ്മൾ φ എന്നാണ് അവിടുത്തെ. അപ്പോൾ അവിടെ φയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ φ1 മൈനസ് 0 ഡിവൈഡഡ് ബൈ ഡോ എൻ എന്നതിന് ഇടയ്ക്കുള്ള തിക്നെസ്, അതായത് ടി എന്ന് പറയുന്ന സാധനം കൊടുത്തത്. അപ്പോൾ ഡോ φ ബൈ ഡോ എൻ വരെ നമുക്ക് φ1 ബൈ എന്ന് കിട്ടും? ടി എന്ന് കിട്ടും. അപ്പോൾ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ φ1 ഡിവൈഡഡ് ബൈ തിക്നെസ് ടി ഈക്വൽ ടു
ജി തീറ്റ ഇൻറ്റു ആർ എന്ന് കിട്ടും. ദെൻ ഫൈ 1 ഈസ് ഈക്വൽ ടു, അതായത് ഇന്നർ സർഫസിൻ്റെ ഇത് ജി തീറ്റ ആർ ഇൻറ്റു ടി. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. ആൻസർ എ. 3 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് Prandtl stress function at inner surface. Now we have to find the torque transmitted. Torque transmitted is given by T equal to 2a1 phi1 plus double integral of 2 phi dx dy. അപ്പോൾ ഇവിടെ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് ദ തിക്നെസ് ഓഫ് ദ ബാർ ഈസ് വെരി സ്മാൾ ആൻഡ് ദ വാല്യൂ ഓഫ് ഡബിൾ ഇൻറ്റഗ്രൽ ഈസ് മച്ച് സ്മാളർ കമ്പയർഡ് ടു ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഫസ്റ്റ് ടേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതെന്ന് പറയുന്നത് മച്ച് എന്തെന്ന് പറയുന്നു, ഞാൻ സ്മാളർ എന്ന് പറയുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ പിന്നെ അങ്ങോട്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അത് സ്മാളർ എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ടി കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു a1 phi1 മാത്രം ചെയ്താൽ മതി. 2 ഇൻറ്റു a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ഏരിയ അൺക്ലോസ്ഡ് ബൈ ദ കർവ് C1 ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു phi1 എന്ന് പറയുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന ഏരിയ phi1ൻ്റെ വാല്യൂ ഏരിയ എന്ന് Prandtl stress function of the curve C1, അതായത് C1ൻ്റെ Prandtl stress function നമുക്ക് എന്തെന്നറിയാം, ജി തീറ്റ ആർ ഇൻറ്റു ടി ആണെന്നറിയാം. അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ നമുക്കിതെല്ലാം കൂടെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, അമ്മാതിരിയുള്ള സാധനം കിട്ടും. എന്ത് കിട്ടും, 2 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നു, ജി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നു, തീറ്റ ഇവിടെ കിടക്കുന്നു, ആറും കൂടെ ആർ ക്യൂബായി കിടക്കുന്നു, ടി അവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളായപ്പോൾ എന്തായി, ടി എന്ന് പറയുന്ന സാധനം ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. ഇനി ഷിയർ സ്ട്രെസ്. ഓക്കെ, ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ടി ഈസ് ഈക്വൽ ടു എന്താണ്, ജി തീറ്റ ജെ. ഓക്കെ, ജെ ഈസ് ഈക്വൽ ടു ടി ബൈ ജി തീറ്റ. ടി ഈസ് ഈക്വൽ ടു 2 ജി തീറ്റ ആർ ക്യൂബ് ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ. ജി തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി 2 ആർ ക്യൂബ് തീറ്റ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. ഒരു ടീയുടെ വ്യത്യാസം ഉണ്ടല്ലോ, ഒരു പൈ എവിടെയോ മിസ്സായില്ലേ. ഇവിടെ ഒരു പൈ ഉണ്ട് കേട്ടോ, ഈ പൈ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസസ് ആലോചിച്ചോളണേ. നമ്മൾ ചിലപ്പം ഞാൻ നോക്കി എഴുതുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മിസ്സാവും. അപ്പോൾ ഈ ഒരു സാധനം ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സൊല്യൂഷൻ. അപ്പോൾ മൾട്ടിപ്ലൈ ക്രോസ് സെക്ഷൻസും മെംബ്രെയിൻ അനലോഗി ഇത് തിയറി ആയിട്ട് ചോദിക്കാനുള്ള സാധനമാണ്. മൾട്ടിപ്ലൈ ക്രോസ് സെക്ഷൻസ് ക്രോസ് സെക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ കണക്റ്റഡ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വരുമ്പോൾ ടോർക്കിൻ്റെയും ബൗണ്ടറി കണ്ടീഷൻ്റെയും ഓരോ ക്ലോസ്ഡ് കർവിനുള്ള ഇക്വേഷൻ, പിന്നെ ടീയുടെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും കാര്യം വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ഒരു വീഡിയോ കൂടെ കൊണ്ട് നമ്മുടെ മൾട്ടിപ്ലൈ കണക്റ്റഡ് സെക്ഷൻസിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിൻ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഒരു ചെറിയൊരു ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷനുണ്ട്. അത് കഴിഞ്ഞ് റോൾഡ് സെക്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ആകുമ്പോൾ we can wind up the module 6.